പലതരത്തിലുള്ള ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ഏതൊക്കെ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പറയാം. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ എന്താണ് ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള ഈസി ഓപ്ഷൻ? ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് പല തരത്തിലുള്ള വിസാസ് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോട്ട് പോകാനോ നമുക്ക് വിസ ആവശ്യമാണ്. അപ്പം വിസാസ് നമുക്കുണ്ട്. അപ്പോൾ എന്ത് ഉദ്ദേശത്തിനാണ് ഒരു രാജ്യത്തോട്ട് പോകുന്നതനുസരിച്ചാണ് ആ വിസ വരുന്നത്. പഠിക്കാൻ വരുന്നവർ സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ടാണ് വരുന്നത്. ശരി. ഈ സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് വരുന്നവരുടെ മുന്നിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ എന്ത് പഠിക്കും, അല്ലേ? ഞാൻ എന്ത് പഠിക്കാനായിട്ട് പോകും? പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് പഠിച്ചാൽ എനിക്ക് പ്രയോജനമുണ്ടോ? എന്ത് പ്രയോജനമാണ് ഉദ്ദേശിക്കുന്നത്? മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും വേണ്ടത് പെർമനൻറ്റ് റെസിഡൻസിയാണ്. അപ്പോൾ ഒരു പക്ഷേ വീട് വിറ്റിട്ടോ അല്ലെ വീട് പണയം വെച്ചിട്ടോ ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് പണം കാണുന്നത് ഇത് പഠിക്കാൻ വരാനായിട്ട്. അപ്പം ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരവർക്ക് ഇഷ്ടമുള്ള ഏരിയ പഠിക്കാൻ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് എടുത്ത് പറയാനുള്ളൊരു കാര്യമുണ്ട്. കാര്യം ഇത് ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാൻ വന്നിട്ട് അതിൽ താല്പര്യമില്ലാതെ വരികയും അത് പഠിക്കാൻ പറ്റാതെ വരികയും ഇവിടെ ഓവർ സ്റ്റേ അല്ലെങ്കിൽ വിസ വരുമ്പോൾ വിസയിൽ കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് ഒന്നും പാലിക്കാതെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ആൾക്കാരെ, മലയാളി കുട്ടികളെ എനിക്കറിയാം അങ്ങനെ ചെയ്യുന്നതുണ്ട്. അപ്പോൾ എന്തിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കിയാൽ ആ ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സ് പലതരത്തിലുള്ള പല കാര്യങ്ങൾ നമുക്ക് മേജർ ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാക്കി അതിൻ്റെ പെർമനൻറ്റ് റെസിഡൻസി പോസിബിലിറ്റീസ്, ഇതിൻ്റെ പെർമനൻറ്റ് റെസിഡൻസി പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ചില കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എലിജിബിൾ അല്ല. നമുക്ക് പിന്നീട് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, ഇത്ര വർഷം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെ 2 വർഷം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രമേ പെർമനൻറ്റ് റെസിഡൻസിക്ക് പറ്റുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് പഠിക്കാൻ വരുന്ന കുട്ടികൾ എന്തു പഠിക്കണമെന്ന് തീരുമാനിച്ചാൽ നല്ല ഒരു ഗൈഡൻസ് എടുക്കുക. അതിപ്പോൾ PG കോഴ്സ് തന്നെ വേണോ നിർബന്ധമുണ്ടോ? പ്ലസ് ടു കഴിഞ്ഞിട്ട് വരാൻ പറ്റില്ലേ? പ്ലസ് ടു കഴിഞ്ഞ് വരാൻ പറ്റും. അപ്പോൾ ബാച്ചിലർ ലെവലിൽ പഠിക്കാം, മാസ്റ്റേഴ്സ് ലെവലിൽ പഠിക്കാം, PhD പഠിക്കാനായിട്ടും വരാം. നമുക്ക് ഈ ലെവലുകളിലെല്ലാം പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെ വന്നിട്ട് ബാച്ചിലർ പഠിച്ചിട്ട് വീണ്ടും മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഇവിടുന്ന് ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റും. ബാച്ചിലർ ലെവലിലും മാസ്റ്റർ ലെവലിലും ഒക്കെ പഠിക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് സ്റ്റേ ബാക്ക് വിസ എന്ന് പറഞ്ഞൊരു വിസ, പൊതുവെ അറിയപ്പെടുന്നത് സ്റ്റേ ബാക്ക് എന്നാണ്. അതൊരു അങ്ങനെ ഒരു നെയിം അല്ല. ഇതിന് സബ് ക്ലാസ് 485 വിസ സബ് ക്ലാസ്സിലാണ് അറിയപ്പെടുന്നത്. സബ് ക്ലാസ് 485 എന്ന് പറഞ്ഞ ഒരു വിസയുണ്ട്. പോസ്റ്റ് സ്റ്റഡി വിസ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തെ പഠനമുണ്ടെങ്കിൽ നമുക്കിവിടെ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്താണോ പഠിക്കുന്നത്. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ചില പ്രത്യേക കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ സ്റ്റേ ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് അങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കും. ഈ സമയത്ത് നമുക്ക് പഠിക്കണം എന്നില്ല, നമുക്ക് ജോലി ചെയ്യാം. ഈ ജോലി ചെയ്ത് എന്ത് ജോലി ചെയ്യണമെന്ന് മനസ്സിലാക്കാതെ ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ ഓസ്ട്രേലിയ പോലുള്ളൊരു കൺട്രിയിലൊക്കെ നമുക്കിപ്പോൾ പലതരത്തിലുള്ള ഓഡ് ജോബ്സ് നമുക്ക് ചെയ്യാം, അല്ലേ? നമുക്ക് ഡെലിവറി അല്ലെങ്കിൽ ചെക്കൗട്ട് പോയിന്റിൽ നിൽക്കുക, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പൈസയ്ക്ക് വേണ്ടി. പക്ഷെ അതല്ലാതെ ഞാൻ എന്ത് തരത്തിലുള്ള ജോബ് ചെയ്താൽ എനിക്ക് ഫ്യൂച്ചറിൽ ഇവിടെ നിൽക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിക്കാനായി വരുന്നതിന് ഓസ്ട്രേലിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകേണ്ടി വരുന്നില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അയർലൻഡിൽ നിന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ UK നിന്ന് ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇതുപോലുള്ള കൺട്രീസിൽ നിന്ന് വരുന്ന ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. സെറ്റിൽ ആവുക, മലയാളികളുടെ ആ ഒരു മനസ്സ് ഒരു നല്ല സ്ഥലത്ത് സെറ്റിൽ ആവുക എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയ പോലൊരു സ്ഥലമാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുവാണെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വരിക. അതായത് എനിക്ക് വിസ കിട്ടി, ഞാൻ പോന്നു, ഇനി ഇത് എങ്ങനെ ഞാൻ അവസാനം വരെ എങ്ങനെ ഇത് പ്ലാൻ ചെയ്യും എന്ന് കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് പോലും പെർമനൻറ്റ് റെസിഡൻസി ലഭിക്കാതെ തിരിച്ചു പോകേണ്ടി വരില്ല. പക്ഷേ ആ പ്ലാനിങ്, ഇതിൻ്റെ ഗൈഡൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ കോഴ്സുകൾക്കാണ് ഇപ്പോൾ നിലവിൽ കൂടുതൽ കുട്ടികൾ പഠിക്കാനായിട്ട് വരുന്നത് ഇവിടെ? നമുക്ക് ഈ കോഴ്സുകളെ നമുക്ക് പലതരത്തിലുള്ള ഒക്യുപ്പേഷൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഒന്ന് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പം ഓഫ് കോഴ്സ് നേഴ്സിംഗ് പഠിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് നേഴ്സിംഗാണ്. പക്ഷേ നേഴ്സിംഗ് മാത്രമല്ല ഹെൽത്ത് അലൈഡ് ഹെൽത്ത് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൽ നമുക്ക് ഓഡിയോളജി, ഇപ്പം പറഞ്ഞ ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, മെഡിക്കൽ ലബോറട്ടറി സയൻറ്റിസ്റ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള ഒക്യുപ്പേഷൻസ്, ഇതിനോട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഹെൽത്ത് റിലേറ്റഡ് ഒക്യുപ്പേഷൻസിൽ ആൾക്കാർ എടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു 2 വർഷത്തെ കോഴ്സ് പഠിക്കാനായിട്ട് വന്ന ഒരാൾക്ക് 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു, ആ ആൾക്ക് 2 വർഷത്തെ സ്റ്റേ ബാക്ക് കൂടെ കിട്ടുകയാണ്. പക്ഷെ ആ സ്റ്റേ ബാക്ക് കിട്ടുന്ന ആ 2 വർഷം കാലയളവിൽ എങ്ങനെയാണ് പിന്നീട് അയാൾ PR-ന് എലിജിബിൾ ആവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുക? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് PR കിട്ടുന്നത്? ആരെങ്കിലും സ്പോൺസർ ചെയ്യണോ, അതോ എങ്ങനെയാണ് അതിന്റെ എലിജിബിലിറ്റി? ഇല്ല, അതാണ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ചില രാജ്യങ്ങൾ ഇത്ര വർഷം നിന്ന് കഴിഞ്ഞാൽ PR കിട്ടില്ല. ഇതങ്ങനെയല്ല. നമ്മൾ പഠിക്കാൻ വന്നാൽ അല്ലെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി ലഭിക്കാനായിട്ട്
നമുക്ക് ഒരു എംപ്ലോയർ, അതായത് ഒരു ജോലി വേണമെന്ന് നിർബന്ധമില്ല. ഇല്ല. ഇല്ല. ഇതിനെ നമ്മൾ ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ എന്ന് പറയും. ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്കിൽസ് യൂസ് ചെയ്ത് നമുക്കിവിടെ പെർമനൻറ്റ് റെസിഡൻസി എടുക്കാനായിട്ട് സാധിക്കും വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എൻ എംപ്ലോയർ. അപ്പോൾ നമ്മൾ നാട്ടിൽ സ്ഥിരം കാണുന്നതാണ് അല്ലേ, ജോബ് ഓഫർ കൊടുത്തു, ഞാൻ ഇത്ര കാശ് കൊടുത്ത് എനിക്ക് വിസ കിട്ടിയില്ല. ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ജോലിയുടെ ആവശ്യമില്ല. നിങ്ങൾ എന്താണോ ഇതുവരെ പഠിച്ചത്, നിങ്ങൾക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്താണോ അതുപയോഗിച്ച് ഓസ്ട്രേലിയയിൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനൊരു IT പഠിക്കുന്ന ഒരാളുടെ എക്സാമ്പിൾ എടുക്കാം. നമ്മളെപ്പോഴും ഹെൽത്ത് കെയർ ആണ് പറയുന്നത്. ബാച്ചിലർ പഠിക്കാനായിട്ട് വന്നു, ബാച്ചിലേഴ്സ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം പഠിക്കാനായിട്ട് വന്നു. പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 1 വർഷത്തെ എക്സ്പീരിയൻസ്, സ്റ്റേ ബാക്ക് വിസ ഉണ്ടല്ലോ, അതായത് പോസ്റ്റ് സ്റ്റഡി വിസ ഉണ്ടല്ലോ, 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഫഷണൽ ഇയർ എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് കോഴ്സ് ഉണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിക്ക് വിത്തൗട്ട് ആൻ എംപ്ലോയർ നമ്മൾ എലിജിബിളാണ്. ഓക്കെ. ഇത് ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇത് നമുക്ക് പുറത്തുനിന്നുള്ള, ഓസ്ട്രേലിയക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരും ഈ സ്കിൽഡ് മൈഗ്രേഷൻ എലിജിബിളാണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അല്ലേ. നല്ല ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാൻ വരാൻ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് പറ്റാത്ത ആൾക്കാർ ഈ പറഞ്ഞ IT ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എവിടെയാണോ, ലോകത്തിൻ്റെ എവിടെയാണോ അവർ നിൽക്കുന്നത്, അവിടെ നിന്ന് സ്കിൽഡ് മൈഗ്രേഷൻ കാറ്റഗറിയിൽ ഓസ്ട്രേലിയയിൽ പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു കാര്യമാണ്. ഇത് പലർക്കും അറിയില്ല. ഓക്കെ. അതായത് ഞാൻ ഇവിടെ വന്ന് പഠിക്കാതെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ PR അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് PR കിട്ടിയിട്ട് വരാം. കാനഡയിലൊക്കെ ആൾക്കാർ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട്. അതെ, അങ്ങനെ വരാൻ പറ്റും. അത് ശരി. അതിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഗൈഡൻസ് ഒക്കെയാണോ നിങ്ങളുടെ ഫേം പ്രൊവൈഡ് ചെയ്യുന്നത്? അങ്ങനെയുള്ള ഗൈഡ്, അതിന് എലിജിബിലിറ്റി ചെക്ക് ഉണ്ട്. അതായത് എല്ലാ പ്രൊഫഷണൽസിനും, ഇപ്പം ഞാനൊരു IT പ്രൊഫഷണലാണ്, അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയറാണ്, അതുകൊണ്ട് മാത്രം ഞാൻ എലിജിബിൾ അല്ല ഓസ്ട്രേലിയയിലേക്ക് വരാൻ. ഇതിലൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് ഞാൻ ആദ്യം പറഞ്ഞ മൈഗ്രേഷൻ ലെജിസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത്. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ളൊരു ആപ്ലിക്കേഷൻ അതോറിറ്റീസിന് കൊടുക്കുകയാണ് മൈഗ്രേഷൻ ലോയേഴ്സിൻ്റെ ജോബ്. ഇതിനകത്തൊരു ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 45 വയസ്സിൽ താഴെ ആയിരിക്കണം. 45ാമത്തെ ബർത്ത്ഡേക്ക് നമ്മൾ ഈ ഒരു സ്കിൽഡ് മൈഗ്രേഷൻ പ്രോസസ്സിന് നമ്മൾ എലിജിബിൾ ആവുന്നില്ല. പിന്നീടുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലാണ്. നമുക്ക് 6 on each band, പലതരത്തിലുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകളുണ്ട്, IELTS ഉണ്ട്, PT ഉണ്ട്, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് 6 on each band, 4 ബാൻഡാണ്, റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ഇതിൽ 6 എല്ലാത്തിലും 6 ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര നല്ല ഒക്യുപ്പേഷൻ ആണെങ്കിലും എലിജിബിൾ അല്ല. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിൻറ്റ് സിസ്റ്റമാണ് അല്ലേ. ഇപ്പം നമുക്കറിയാം എത്രയോ IT പ്രൊഫഷണൽസ് ഉണ്ട്, എത്രയോ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇവരിൽ ആരെ എടുക്കും അല്ലേ. 65 പോയിൻ്റാണ് മിനിമം. അത് പോയിൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏജ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ, എന്ത് ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ ലെവൽ ക്വാളിഫിക്കേഷൻ ആവാം, അല്ലെ മാസ്റ്റേഴ്സ് ആവാം, അല്ലെ PhD ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പല ക്വാളിഫിക്കേഷൻസ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പോയിൻറ്റ്സ് ഉണ്ട്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. അവസാന 10 വർഷം, അതായത് ലാസ്റ്റ് 10 ഇയേഴ്സിൽ നമുക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ബിഫോർ മേക്കിംഗ് ദാറ്റ് ആപ്ലിക്കേഷൻ, അതാണ് നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ പാർട്ട്ണർ പോയിൻ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ മാരീഡ് ആണെങ്കിൽ പാർട്ട്ണർ സ്കിൽഡ് ഒക്യുപ്പേഷനുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പോയിൻറ്റ്സിന് പല കാര്യങ്ങളുണ്ട്. ഇവിടെ പഠിച്ചവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടോ? ഇവിടെ പഠിച്ചവർക്ക് 2 വർഷം പഠിച്ചാൽ, ഓസ്ട്രേലിയയിൽ 2 വർഷം പഠിച്ചാൽ 5 പോയിന്റ് നമുക്ക് എക്സ്ട്രാ കിട്ടും. ഈ പഠിക്കുന്നത് റീജിയണൽ ഓസ്ട്രേലിയയിലാണെങ്കിൽ നമുക്ക് 5 പോയിന്റും കൂടി എക്സ്ട്രാ കിട്ടും. അതായത് ഇപ്പം ഞാൻ ട്രാവൽ ചെയ്ത പോലെ ഔട്ട് ബാക്ക് ആ ഭാഗങ്ങളിലൊക്കെ റിമോട്ട് ഏരിയാസിലൊക്കെ അവിടെ പഠിക്കുവാണെങ്കിൽ നമുക്ക് 5 പോയിന്റ് അഡീഷണൽ കിട്ടും. ഇപ്പൊ സുഹൃത്തിന് ട്രാവൽ ചെയ്തോണ്ട് അറിയാം അവിടേക്ക് ആൾക്കാർ കുറവാണ് അല്ലേ. അപ്പൊ അവിടേക്കുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്ത് അങ്ങോട്ട് പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. അതായത് ഇപ്പൊ ഞാൻ അവിടെ പഠിച്ചാൽ എനിക്ക് 5 പോയിന്റ് കൂടെ എക്സ്ട്രാ കിട്ടും. പിന്നെ കൂടുതൽ സ്റ്റേ ബാക്ക് എനിക്ക് കിട്ടും. 1 വർഷം കൂടെ അല്ലെ 2 വർഷം കൂടെ എനിക്ക് നിൽക്കാൻ പറ്റും. ഈ കാറ്റഗറി അനുസരിച്ച് വരും. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ അവിടെ വന്ന് പഠിക്കാനായിട്ട് ആൾക്കാർ നോക്കും. മാത്രമല്ല അവിടെ പ്രത്യേകിച്ച് അവിടെ നിൽക്കാനായിട്ടുള്ള വിസാസ് ഉണ്ട്. ഈ പെർമനൻറ്റ് റെസിഡൻസി സ്കിൽഡ് മൈഗ്രേഷനിൽ തന്നെ സബ് ക്ലാസ്സസ്, അതിൽ 2 സബ് ക്ലാസ് സ്റ്റേറ്റ് സ്പെസിഫിക് ആണ്. അതിൽ സബ് ക്ലാസ് 491 എന്ന് പറഞ്ഞൊരു വിസയുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വന്ന് താമസിക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ 491 വിസയിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ 15 പോയിൻറ്റ് എക്സ്ട്രാ കൊടുക്കും. പക്ഷേ ആദ്യത്തെ 3 വർഷം വിസ കിട്ടിയ ആദ്യത്തെ 3 വർഷം നമ്മൾ നിൽക്കേണ്ടത് ഈ പറഞ്ഞ പോസ്റ്റ് കോഡ്സിലാണ്. നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലേ, നമ്മൾ അവിടെ വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ വളരും, അപ്പോൾ അവിടെ പോപ്പുലേഷൻ കൂടും. അപ്പോൾ അവിടെ അങ്ങനെയാണ് ഓസ്ട്രേലിയ കൂടുതൽ ആൾക്കാർ, ഓസ്ട്രേലിയക്ക് ഒരുപാട് ആൾക്കാരെ ആവശ്യമുണ്ട്. എത്രമാത്രം വലുതാണ് ഓസ്ട്രേലിയ എന്ന് കണ്ടു കഴിഞ്ഞു അല്ലേ, എത്രമാത്രം കുറച്ച് ആൾക്കാരാണുള്ളത്. അപ്പോൾ അതായത് നമ്മുടെ ഇന്ത്യയുടെ 2 ഇരട്ടി വലിപ്പം, അതായത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 2 ഇരട്ടി വലിപ്പവും കേരളത്തിന് അത്രയും പോലും പോപ്പുലേഷൻ ഇല്ലാത്തൊരു രാജ്യം, അതാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്.
അതെ, ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. കറക്റ്റ്. ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. പലതരത്തിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, എവിടെ വേണേലും പഠിക്കാൻ, എന്ത് വേണേലും പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിലേക്കുള്ള കൃത്യമായ വഴി തിരഞ്ഞെടുത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വിസിറ്റർ വിസ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. വിസിറ്റർ വിസ, വിസിറ്റ് ചെയ്യാനുള്ള വിസ. അപ്പോൾ ഇതെടുത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് പഠിക്കാം എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ വന്നിട്ട് ആ വിസിറ്റർ വിസ സ്റ്റുഡൻറ്റ് വിസ ആയിട്ട് ആക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും വെറുതെ വന്നിട്ട് പോകേണ്ട കാര്യം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ നല്ല ഗൈഡൻസ് എടുത്ത് ഏത് തരത്തിലുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്ത് എൻ്റെ ഉദ്ദേശം എന്താണ്, ആ പ്രത്യേക രാജ്യത്ത് പോയാൽ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാനിങ് ഉണ്ടെങ്കിൽ, അതായത് ഡിസൈഡ് ഔട്ട്കത്തിനുള്ള കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇത് സാധിക്കുന്നതാണ്.